കൂട്ടുകാരെ, ക്ലാസ് മുറികളിലെ പഠനാനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ ഓൺലൈൻ ഓഫ്ലൈൻ വീഡിയോ ക്ലാസ്സുകളുമായി എത്തുകയാണ് ഞങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. കൂട്ടുകാരെ, എൻ്റെ പേര് ഹരിശങ്കർ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠം പഠിപ്പിക്കാനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര്? എ റോഡ് ടു ഹിസ്റ്ററി, അല്ലെങ്കിൽ ചരിത്രത്തിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ ഇത്രയും കാലം, അല്ലെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ചെറിയ ചെറിയ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിലെ ചെറിയ ചെറിയ പാഠങ്ങളാണ്. എന്നാൽ നമ്മൾ ഇനി തൊട്ട് സോഷ്യൽ സയൻസിലേക്ക് അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കുറച്ചും കൂടി ഡീപ്പായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യമായിട്ട് നമ്മൾ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ചരിത്രം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പാഠമാണ് എന്തെന്ന് പറയുന്നത് എ റോഡ് ടു ഹിസ്റ്ററി, അല്ലെങ്കിൽ ചരിത്രത്തിലേക്കുള്ള പാത, അല്ലെങ്കിൽ ചരിത്രത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പാഠത്തിലേക്ക് പോകാമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യമായിട്ട് ഒരു സ്കൂളിൻ്റെ പടമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളിൻ്റെ ഒരു പടം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ കാണാനും അതേപോലെ നിങ്ങളുടെ ടീച്ചർമാരെ കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് നിങ്ങളുടെ കാര്യമല്ല, മൊത്തത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യം അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഓൺലൈൻ സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒന്നാമത്തെ പടം, അല്ലെങ്കിൽ ഒന്നാമത്തെ പടം എന്ന് പറയുന്നത് ഒരു സ്കൂളിൻ്റെ പടമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ സ്കൂളിൻ്റെ പടം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കേണ്ട. അതിന് പകരം നിങ്ങളുടെ സ്കൂളിൻ്റെ പടം എന്ത് ചെയ്യുക? മനസ്സിൽ ആലോചിക്കുക. എന്തായാലും എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ടുള്ളതല്ലേ. അപ്പോൾ സ്കൂളിൻ്റെ പിക്ചർ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്ത് രസമാണല്ലേ നിങ്ങളുടെ സ്കൂൾ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്കൂളിൻ്റെ ഒരു ചരിത്രം നിർമ്മിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്കൂളിനെ കുറിച്ചുള്ള ഒരു ചരിത്രം, അല്ലെങ്കിൽ എപ്പോഴാണ് സ്കൂൾ നിർമ്മിച്ചത്, സ്കൂളിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് നെയിം ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്. നിങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെയും ഹെഡ് മിസ്ട്രസിൻ്റെയും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ പേര് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നിങ്ങളുടെ സ്കൂളിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്. നമ്പർ ഓഫ് ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ എണ്ണം എത്രയാണ്. നെയിം ഓഫ് ടീച്ചേഴ്സ്, ടീച്ചർമാരുടെ പേരെന്തൊക്കെയാണ്. ലൈബ്രറി, ലബോറട്ടറി, കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റീസ് എക്സെട്ര. നിങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടോ, അല്ലെങ്കിൽ ഗ്രന്ഥശാലകളുണ്ടോ, കമ്പ്യൂട്ടർ ലാബുകളുണ്ടോ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അവൈലബിലിറ്റി ഓഫ് പ്ലേ ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്കൂളിൽ ചെന്നാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് എവിടെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ. നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ നമ്മൾ പറയും, അയ്യോ നമ്മുടെ കളിസ്ഥലം ചെറുതാണ്, അല്ലെങ്കിൽ നമുക്ക് ചെറുതായി പോയി എന്നൊക്കെ പറയത്തില്ലേ. അതേപോലെ നമ്മൾ ഓടിച്ചെന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്കൂളിലോട്ട് നമ്മൾ അഡ്മിഷൻ ആവാൻ നേരത്തെ നമ്മൾ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണ്? ക്ലാസ് കാണും, പക്ഷെ നമ്മുടെ ശ്രദ്ധയൊക്കെ എവിടെയായിരിക്കും? കളിസ്ഥലത്തിലേക്കായിരിക്കും. അവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ, ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഓടി കളിക്കാൻ പറ്റുമോ, ഇതൊക്കെ ആയിരിക്കില്ലേ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് പ്ലേ ഗ്രൗണ്ട്. അടുത്തെന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലേസ് വെയർ ദ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ്, താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ എക്സെട്ര. അല്ലെങ്കിൽ നമ്മൾ ഈ ചരിത്രം ഉണ്ടാക്കുമ്പോൾ അടുത്ത് നോക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ സ്കൂള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂള് സ്ഥിതി ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്, താലൂക്ക് ഏതാണ്, വില്ലേജ് ഏതാണ്, സ്കൂളിൻ്റെ അവിടുത്തെ സർവേ നമ്പർ എത്രയാണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണല്ലേ. അത് നിങ്ങളുടെ സ്കൂളിലേക്കൊന്ന് വിളിച്ചു ചോദിക്കുകയോ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ടീച്ചർമാരുടെ അടുത്ത് നിന്ന് ചോദിക്കുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ശേഖരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പറഞ്ഞ എന്തായിരുന്നു? സ്കൂളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നാണ്. എന്നാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൻ്റെ ചരിത്രം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഓഫ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് വിദ്യാലയം ആരംഭിച്ച വർഷം. നിങ്ങളുടെ സ്കൂൾ എന്നാണ് ഉദ്ഘാടനം ചെയ്തത്, അല്ലെങ്കിൽ എന്നാണ് അതിന് തറക്കല്ലിട്ടത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു
വർഷം നിങ്ങൾക്ക് എവിടെയൊക്കെ കാണാൻ കഴിയും? നിങ്ങളുടെ പഴയ മാഗസീനിലോ നിങ്ങളുടെ ഡയറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ടിൻ്റെയൊക്കെ സൈഡിൽ ചെറിയ ഫലകങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ ശ്രദ്ധിക്കാൻ സമയമല്ലേ? നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ പിന്നെ കളിക്കുകയല്ലേ ചെയ്യാറ്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആരാണ് ഉദ്ഘാടനം ചെയ്തത്, ഏത് വർഷമാണ് ഉദ്ഘാടനം ചെയ്തത്, ഇതെല്ലാം അതിനകത്ത് ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് മുൻകാല അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ആരംഭിക്കാത്ത കെട്ടിടങ്ങൾ, പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വന്ന സമയത്തുള്ള സ്കൂളായിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ 5ാം ക്ലാസ് സമയത്ത് കയറിയിട്ടുള്ള ഒരു സ്കൂളായിരിക്കുമോ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തുണ്ടായിരിക്കുന്നത്? അല്ല. കാരണം അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അവിടെ ഒരുപാട് കമ്പ്യൂട്ടർ ലാബുകൾ വന്നേക്കാം, അല്ലെങ്കിൽ ലൈബ്രറി, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥശാലയ്ക്ക് വലിയ മാറ്റം ഉണ്ടായേക്കാം, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ പിൽക്കാലത്തും മുൻകാലത്തും ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരെയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഒരു വിദ്യാലയ ചരിത്രം എന്ത് ചെയ്തിരിക്കണം? ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഈ സാധനവും കൊണ്ടുപോകണം എന്ത് ചെയ്യാനായിട്ട്? സ്കൂളിലോട്ട് പോകാനായിട്ട്. സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ ടീച്ചറിന് ഈ വിദ്യാലയ ചരിത്രം കാണിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിദ്യാലയ ചരിത്രത്തിനകത്ത് എന്തൊക്കെയാണ് കൂട്ടുകാരെ വരേണ്ടത്? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, സ്കൂള് നിർമ്മിച്ച വർഷം, ആരാണ് ഉദ്ഘാടനം ചെയ്തത്, എത്ര ടീച്ചേഴ്സ് ഉണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അവിടുത്തെ ടീച്ചർമാരുടെ പേരെന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയമാണ് അവർ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ സ്കൂളുകളിലുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ ലബോറട്ടറി ഉണ്ടെങ്കിൽ അത്, കമ്പ്യൂട്ടർ ലാബ് ഉണ്ടെങ്കിൽ അത്, പ്ലേ ഗ്രൗണ്ട് എത്ര എണ്ണമുണ്ട്, ഏറ്റവും കൂടുതൽ പ്ലേ ഗ്രൗണ്ട് ഉള്ള സ്കൂളായിരിക്കും ഏറ്റവും നല്ല സ്കൂൾ അല്ലേ? അങ്ങനെയൊന്നും അല്ല കൂട്ടുകാരെ, അവിടെ എന്തുണ്ട്, എത്ര ടീച്ചർമാരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഈ ടെക്സ്റ്റിൽ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു രീതി തന്നിട്ടുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കുക. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ വിദ്യാലയ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വിദ്യാലയ ചരിത്രം കൊണ്ടുവേണം നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ടീച്ചർമാർ ഈ വിദ്യാലയ ചരിത്രം കാണുമ്പോൾ അവർക്ക് എന്താകും? ഒരു സന്തോഷമല്ലേ? നിങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ചുമ്മാ കളിച്ച് ചിരിച്ചല്ല നടന്നത്. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? സാമൂഹ്യശാസ്ത്രത്തിലെ 1ാം പാഠം നിങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് അവർക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അങ്ങനെ അവർക്ക് ഒരുപാട് സന്തോഷമാവും. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർ ചെയ്തുകൊണ്ട് വന്ന ഈ വിദ്യാലയ ചരിത്രത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം ഷെയർ ചെയ്ത് വായിച്ച് നോക്കുക. അവരെന്തൊക്കെയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നിങ്ങളെ ചരിത്രത്തിലോട്ട് എന്ത് ചെയ്യുക? പകർത്തി എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ സ്കൂൾ ചരിത്രം അല്ലെങ്കിൽ വിദ്യാലയ ചരിത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കാണുന്നതാണ് എൻ്റെ വിദ്യാലയ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ വളരെ ആകർഷകമായ ഒരു കവർ പേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കലാരീതിയിൽ, കലാസൃഷ്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വിദ്യാലയ ചരിത്രത്തെ നിങ്ങൾ മാറ്റി എഴുതുക. അപ്പോൾ നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സഹായിക്കുന്ന സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നെന്ന് പറയുന്നത് വിദ്യാലയത്തിൻ്റെ പേരെഴുതിയ ബോർഡ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിദ്യാലയത്തിൻ്റെ ബോർഡിൽ എന്തൊക്കെ കാണും? വിദ്യാലയത്തിൻ്റെ പേര് കാണും. 2 സൈഡിലായിട്ട് ESTD എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്ത് കാണും? ഒരു വർഷം കാണത്തില്ലേ അല്ലേ? അപ്പോൾ ആ വർഷമായിരിക്കും നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്തിരുന്നത്? സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങളുടെ സ്കൂൾ ഡയറിയിൽ നിന്ന്. നിങ്ങളുടെ സ്കൂൾ ഡയറിയിലെ ഫ്രണ്ട് പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഏത് വർഷമാണ്, സ്കൂളിൻ്റെ ചിഹ്നം എന്താണ്, സ്കൂളിൻ്റെ ഫോൺ നമ്പർ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ വാർഷിക സുവിനിയർ, അതുപോലെ പഴയ ഹാജർ പുസ്തകങ്ങൾ. നമുക്കിപ്പോൾ ഹാജർ പുസ്തകങ്ങളൊന്നും എടുക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട? കൂടുതൽ ബോധർ ചെയ്യേണ്ട. അഡ്മിഷൻ രജിസ്റ്റർ, പിന്നെ സ്കൂളിൻ്റെ സമീപത്തുള്ള മുതിർന്നവർ അല്ലേ? എപ്പോഴും ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് ആർക്കായിരിക്കും? നിങ്ങളുടെ മുതിർന്നവർക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ, അപ്പോൾ വീട്ടിനടുത്താണ് സ്കൂളുകളെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ അച്ഛനമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിൽ അപ്പൂപ്പനുണ്ടെങ്കിൽ അവരോടൊക്കെ എന്ത് ചെയ്യുക? സ്കൂളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ ചരിത്രത്തിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പൂർവ്വ വിദ്യാർത്ഥികൾ, PTA പ്രതിനിധികൾ, ഇവരെയൊക്കെ നമ്മൾ സമീപിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്കൂളിനെ കുറിച്ചുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ കഴിയും. തുടങ്ങാമോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനെ കുറിച്ചായിരുന്നു? സ്കൂൾ ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എന്നൊരു പുതിയ കാര്യത്തിലേക്ക് നോക്കാം. എന്താണ് ചരിത്രം? വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് നമുക്ക് നോക്കാം.
എന്താണ് ചരിത്രം നിങ്ങൾക്കറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് ചരിത്രമെന്ന്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഒറ്റ വരി പഠിച്ചാൽ മതി. ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് പാസ്റ്റ്, അല്ലെങ്കിൽ പഴയ കാലത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന എന്തിലാണ്? പ്രസൻറ്റിലാണല്ലേ. ഇനി വരാൻ പോകുന്ന കാലം എന്താണ്? ഫ്യൂച്ചറാണ്. അതേപോലെ പഴയ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുൻകാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം, ആരാണ് ഹിസ്റ്ററിയുടെ പിതാവ്, അല്ലെങ്കിൽ ഹിസ്റ്ററി, ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? നിങ്ങളെല്ലാവരും ഒരു പേനയും ബുക്കും എടുത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഹൂ ഈസ് ഫാദർ ഓഫ് ഹിസ്റ്ററി? ഹെറോഡോട്ടസ് ആണ് കേട്ടോ. ഹെറോഡോട്ടസ് ആണ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എന്താണ് ചരിത്രം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വിദ്യാലയ ചരിത്രം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എന്തിനെയായിരുന്നു? ലിഖിത രേഖകളാണ് അല്ലേ, അല്ലെങ്കിൽ എഴുതപ്പെട്ട രേഖകളാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹിസ്റ്ററിയിൽ എഴുതപ്പെട്ട രേഖകൾ മാത്രമാണോ ഉള്ളത്? അല്ലെങ്കിൽ എഴുതപ്പെട്ട രേഖകൾ മാത്രം വെച്ച് നമുക്ക് ചരിത്രത്തെ പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ എഴുത്തുവിദ്യ കണ്ടെത്തുന്നതിന് മുന്നേയും എന്തുണ്ടായിരുന്നു? ചരിത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്തും ആൾക്കാർ ജീവിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ കാര്യം പഠിക്കണ്ടേ? അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുപകരണങ്ങളാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഏകദേശം 6 രീതിയിലുള്ള കല്ലുപകരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെല്ലാം പഴയ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് അല്ലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ അവർ ഫലങ്ങൾ മുറിക്കാനും അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടാനുമൊക്കെ മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആയുധങ്ങളാണ് എന്തെന്ന് പറയുന്നത് ആ തന്നിട്ടുള്ള 6 തരത്തിൽ ഷെയ്പ്പ് ചെയ്ത അല്ലെങ്കിൽ മൂർച്ച കൂട്ടിയ കല്ലുകൾ എന്ന് പറയുന്നത്. അതിന് താഴെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭീംഭേദ്കയിലെ ഗുഹാചിത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ ഭീംഭേദ്ക? ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. മധ്യപ്രദേശിലാണ് ഭീംഭേദ്ക ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ വളരെ ശ്രദ്ധിച്ചതിലോട്ട് നോക്കിയേ. നമുക്കതിൽ ഒരു കുതിരയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളെയും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന വേട്ടക്കാരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പടം കണ്ടതിലൂടെ നിങ്ങൾക്ക് എന്തായിരിക്കാം മനസ്സിലായിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ഈ 2 പടം കണ്ടിട്ട് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ചേ. പഴയ കാലത്ത് മനുഷ്യർ എങ്ങനെയായിരിക്കും ജീവിച്ചത്? അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തിയും അതേപോലെ വേട്ടയാടിയുമാണ് ജീവിച്ചതെന്ന് നമുക്ക് ഈ 2 പടങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതേപോലെ ചരിത്രകാലത്ത് കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നത് എങ്ങനെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് കാണാൻ കഴിയുന്നത് പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ എന്നിവയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ പുസ്തകങ്ങളിലും പഴയകാല നാണയങ്ങളിലും അതേപോലെ താളിയോലകളിലും അതേപോലെ ശിലാലിഖിതങ്ങളിലും എല്ലാം നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ചരിത്രം കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എങ്ങനെയാണ് ഈ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? നമുക്ക് ഈ പഴയ കാലത്തെ ഈ പുസ്തകങ്ങളും താളിയോലകളും നാണയങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അവയെല്ലാം ഇപ്പോഴും അവൈലബിൾ, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് കിട്ടുന്നതുകൊണ്ടല്ലേ? എങ്ങനെയാണ് ഈ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പഴയ കാലത്തെ ഈ വസ്തുക്കൾ എന്തിനാണ് സൂക്ഷിച്ചിരിക്കുന്നത്? എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ആരാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇത്രയുമാണ് നമുക്കിനി അടുത്ത് നോക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ പഴയകാല വസ്തുക്കൾ അല്ലെങ്കിൽ പഴയകാല ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്? നമുക്ക് മാത്രം കിട്ടിയാൽ മതിയോ? പോരല്ലോ, ഇനി വരുന്ന കൊച്ചുകുട്ടികൾക്ക് കിട്ടണ്ടേ? നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ ഇപ്പോൾ 1ാം ക്ലാസ്സിലുള്ള കുട്ടികളും വലുതാകുമ്പോൾ അവർക്കും കാണണ്ടേ ഈ സാധനങ്ങളൊക്കെ? അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതേപോലുള്ള നാണയങ്ങളും പുസ്തകങ്ങളും ശിലാലിഖിതങ്ങളും ഇവയെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊക്കെ എവിടെയായിരിക്കാം സൂക്ഷിച്ചിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെല്ലാവരും ടൂറ് പോയിട്ടുള്ളവരല്ലേ? മ്യൂസിയങ്ങൾ കണ്ടിട്ടുള്ളവരല്ലേ? അവിടെയെല്ലാം നമുക്ക് എന്ത് കാണാൻ കഴിയും? ഇതേപോലെ പഴയ നാണയങ്ങൾ, അതേപോലെ പഴയ വസ്തുക്കൾ കാണാൻ കഴിയും. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും വസ്തുക്കളും ഒക്കെ കാണാൻ കഴിയും അല്ലേ? ഇവയെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നുകൊണ്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് ഈ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാനാണ് ഈ മ്യൂസിയങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്.
കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ ഈ പഴയകാല കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ അവരുടെയൊക്കെ കൺട്രോളിങ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ASI അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തെ എല്ലാ മ്യൂസിയങ്ങളും നിയന്ത്രിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നമുക്കറിയാം, ഈ നമുക്കെങ്ങനെ ഒരുപാട് നിങ്ങളുടെ കൂട്ടുകാർക്ക് തന്നെ ഒരുപാട് പേർക്ക് എന്ത് കാണും, ഈ പഴയ കാലത്തെ ചെറിയ ചെറിയ കോയിൻസും നാണയത്തുട്ടുകളൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരു ഹോബി കാണും അല്ലേ? എല്ലാവരും എന്തെങ്കിലും ഉള്ളവരൊക്കെ ആണല്ലോ അല്ലേ? ഹോബികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത് നിങ്ങളുടെ അറിവിനെയും അതുപോലെ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനും അത് നിങ്ങൾക്ക് സഹായിക്കും. ഞാൻ പറഞ്ഞു വന്നിരുന്നത്, ഈ നാണയത്തുട്ടുകൾ ശേഖരിച്ച് വയ്ക്കുന്ന അല്ലെങ്കിൽ അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് അതിന്. നമുക്കതിന് എന്ത് പറയാം? അല്ലെങ്കിൽ ഈ നാണയത്തുട്ടുകൾ ശേഖരിച്ച് വയ്ക്കുന്നതിന് നമുക്കൊരു പേര് പറയാം. അതാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആരെങ്കിലും മറക്കുമോ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ന്യൂമിസ്മാറ്റിക്സ്. എന്താ? ന്യൂമിസ്മാറ്റിക്സ്. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ പഠിച്ച കുറച്ച് പുതിയ വാക്കുകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണത്? ഒന്നെന്ന് പറയുന്നത് ASI അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഉടനീളം ശാസ്ത്ര അല്ലെങ്കിൽ ചരിത്ര കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ മ്യൂസിയങ്ങളുടെ കാര്യങ്ങളും മ്യൂസിയങ്ങളുടെ നിയന്ത്രണങ്ങളും അവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ. ഒന്നും കൂടി പറയട്ടെ അത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പുതുതായിട്ട് പഠിച്ച ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ASI അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിലെടുത്താൽ ഇന്ത്യക്കകത്തുള്ള എല്ലാ മ്യൂസിയങ്ങളും അതേപോലെ ഇന്ത്യക്കകത്തുള്ള എല്ലാ ചരിത്രരേഖകളും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവയെല്ലാം സൂക്ഷിക്കുന്നത് ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ നോക്കിയ എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളതാണ്. എന്താണ് ന്യൂമിസ്മാറ്റിക്സ്? ഒന്ന് ആലോചിച്ച്, എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന്? കോയിൻസിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ നാണയങ്ങളുടെ ശേഖരണവും അതിനെക്കുറിച്ചുള്ള പഠനവുമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ മൂന്നാമതായി നോക്കിയ എന്താണ് ആർക്കിയോളജി എന്നാണ്. എന്താണ് ആർക്കിയോളജി? ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശാസ്ത്രം അല്ലെങ്കിൽ പഴയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഓൾഡ് റിമൈൻസിനെയൊക്കെ കുറിച്ചുള്ള ഒരു പഠനമാണെന്തെന്ന് പറയുന്നത് ആർക്കിയോളജി എന്നു പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ 3 ടേംസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ വച്ചേക്കുക. കൂട്ടുകാരെ, നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കിയേ. അതിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ കാണാൻ കഴിയും. ആദ്യം നിങ്ങൾ കാണുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണത്? അതിൻ്റെ ഒരു ആകൃതി എങ്ങനെയായിരിക്കുന്നത്? ഒരു കുടയുടെ ഷേപ്പല്ലേ? അല്ലെങ്കിൽ മുകൾ ഭാഗം നമുക്ക് കാണാൻ എന്തുപോലെ ഇരിക്കുന്നത്? ഒരു കുട പോലെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കല്ലിൻ്റെ മേലെ ഒരു കുട നിവർത്തി വെച്ചതുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ? എന്താണ് ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് കുടക്കല്ല് എന്നാണ്. ഓക്കെ. രണ്ടാമത് നിങ്ങൾ കാണുന്നത് എന്താണ്? ഒരു മേശയുടെ ആകൃതിയാണല്ലേ? എന്നുവെച്ചാൽ 2 കല്ലുകൾ ഇങ്ങനെ അല്ലെങ്കിൽ 4 കല്ലുകൾ ഇങ്ങനെ ചാരി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പരന്ന പ്രതലമായിട്ട് വേറൊരു കല്ലും കൂടി വെച്ചിട്ടുണ്ട്. ഒരു മേശയുടെ ആകൃതിയാണത് അല്ലേ? എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്? ഇതിൻ്റെ പേരാണ് മുനിയറ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ഒരു അറയുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ ഷേപ്പായിരിക്കും ഈ മുനിയറയുടെ അകത്തെന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത് നോക്കിയേ, വലിയ കുടം പോലത്തെ ഒരു സാധനം നിങ്ങൾ കാണുന്നില്ലേ? ഇതെന്ന് പറയുന്നതാണ് നന്നങ്ങാടി. ഓക്കെ. എന്തിനാണ് ഈ 3 സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ പലയിടത്തും ശവസംസ്കാരം നടത്തിയിരുന്നത് ഈ 3 സാധനങ്ങളിലൂടെ ആയിരുന്നു. അല്ലെങ്കിൽ കുടക്കല്ല്, അതേപോലെ മുനിയറ, നന്നങ്ങാടി, ഇതുപോലുള്ള സാധനങ്ങളിലായിരുന്നു ശവസംസ്കാരം നടത്തിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്തായിരുന്നു? ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ എങ്ങനെയാണ് ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു ആക്ടിവിറ്റി കൂടി തരാണ്. വേറൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പ്രദേശത്തു നിന്നും എന്ത് ചെയ്യുക? ഒരു ചരിത്ര പുസ്തകം പോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക. അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ കഴിയും? ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടുത്തെ നാണയങ്ങൾ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ പഴയകാല നാണയങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുകയും അവയെക്കുറിച്ചൊന്ന് പഠിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക.
രണ്ടാമതായിട്ട് അവിടെ താളിയോല ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ പഴയ വീടുകളിലാണെങ്കിൽ അവിടെ എന്തൊക്കെ കാണും? ഇപ്പോൾ നമ്മുടെ താളിയോലകൾ കാണും. നിങ്ങളുടെയൊക്കെ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, മുത്തശ്ശ താളിയോല കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ താളിയോല ഇവിടെ ഇരിപ്പുണ്ടോ, അപ്പൂപ്പ ഇവിടെ താളിയോല ഇരിപ്പുണ്ടോ, അങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് ചോദിച്ചു നോക്കുക. മിക്കവാറും അവരുടെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല. മൂന്നാമതായി നമുക്ക് നോക്കേണ്ടത് പഴയകാല വിളക്കുകളാണ്. അപ്പോൾ പഴയ വീടുകളാണെങ്കിൽ അവിടെ എന്ത് കാണും? പഴയ വിളക്കുകൾ കാണും അല്ലേ? ഈ പഴയ വിളക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും അവിടെ ചെറിയ ചെറിയ കൊത്തുപണികളും അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. പിന്നെ പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ ഇവയെല്ലാം കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുകയും അവയൊക്കെ എങ്ങനെയാണ് അവിടെ വന്നതെന്നും അവയെക്കുറിച്ചൊരു നിങ്ങളൊന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചാലേ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹിസ്റ്ററി നമുക്ക് പുസ്തകം മാത്രം വെച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു വസ്തുവല്ല. നമ്മൾ എന്ത് ചെയ്യുക, അന്വേഷിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എത്ര നിങ്ങൾ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് അത്രയും കൂടുതൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് പടങ്ങളാണ്. ആദ്യം നമുക്ക് കാണാൻ കഴിയുക ഒരു കലപ്പയാണ് കാണാൻ കഴിയുന്നത്. എന്തിനാണ് കലപ്പ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആ കലപ്പയ്ക്ക് വരെ ഉപയോഗിക്കുന്നത് എന്താണ്? ട്രാക്ടറാണ്. നിങ്ങൾ ആരെങ്കിലും കലപ്പ കണ്ടിട്ടുണ്ടോ? കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്ത് ട്രാക്ടറിന് പകരം, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാക്ടർ ഉപയോഗിക്കുന്നതിന് പകരം പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാർഷിക വസ്തുവാണ് എന്തെന്ന് പറയുന്നത്, കലപ്പ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു വിശറി കാണാൻ കഴിയും, ഒരു വെള്ളം നിറയ്ക്കുന്ന ഒരു കിണ്ടി കാണാൻ കഴിയും, പിന്നെ വെള്ളം ദിശ മാറ്റി വിടുന്ന ഒരു വസ്തു കാണാൻ കഴിയും, പിന്നെ ഒരു തൂക്കുവിളക്ക് കാണാൻ കഴിയും. ഇതെല്ലാം പണ്ട് കാലത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്നതും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതുമായ ചില വസ്തുക്കളാണ്. ഓക്കെ, ഇവയെല്ലാം നിങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലോ ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ, അഥവാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവയെക്കുറിച്ച് അവയൊന്ന് കാണാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ എങ്ങനെയാണ് അതവിടെ വന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ചരിത്രകാലവും ചരിത്രാതീത കാലവും എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാണ് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അതിൽ നമുക്ക് ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറിൽ കാണാൻ കഴിയും AD അല്ലെങ്കിൽ BC. എന്താണ് AD, എന്താണ് BC? ഇതാണ് നമ്മളടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് AD എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. അല്ലെങ്കിൽ എന്താണ് AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി എന്നാണ് അതിൻ്റെ അർത്ഥം. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് ലോർഡ്സ് ബർത്ത് എന്നാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ BC എന്താണ് പറയുന്നത്, ബിഫോർ ക്രൈസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെയായിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്, ചരിത്രകാലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ പീരീഡിനെ നമ്മൾ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ AD അല്ലെങ്കിൽ BC അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. AD അല്ലെങ്കിൽ അന്നോ ഡൊമിനിയെ നമ്മളിപ്പോൾ പറയുന്നത് CE എന്നാണ്, അല്ലെങ്കിൽ കോമൺ ഇറ എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ബുക്ക് എടുത്ത് എഴുതുക. അന്നോ ഡൊമിനിയെ ഇപ്പോൾ പറയുന്ന പേരെന്താണ്, കോമൺ ഇറ അല്ലെങ്കിൽ CE എന്നാണ്. അല്ലെങ്കിൽ BCയെ നമ്മൾ പറയുന്നത് എന്താണ്, BCE എന്നാണ് നമ്മളിപ്പോൾ BCയെ പറയുന്നത്, അല്ലെങ്കിൽ ബിഫോർ കോമൺ ഇറ എന്നാണ് BCയെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ADയും BCയും നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ലൈൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ADയും മറ്റൊന്നെന്ന് പറയുന്നത് BCയുമാണ്. ADയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 100, 200, 300, 400, 500, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് കൂടിക്കൂടി പോവുകയാണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ADയുടെ വർഷം അല്ലെങ്കിൽ AD പറയുമ്പോൾ വർഷം കൂടിയാണ് പോകുന്നതെന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 2001, 2002, 2003 അങ്ങനെയാണ് വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം BC ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കോമഡി ആയിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ്? BCയിലെ വർഷം പോകുന്നത് ഇടത്തോട്ടാണ്, അല്ലെങ്കിൽ കുറഞ്ഞാണ് BCയുടെ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 100, 200, 300 എന്ന് തന്നെയാണ്, പക്ഷേ പറയുന്നത് എങ്ങനെയാണ്, വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2010 നിന്നാണ് പറയുന്നതെങ്കിൽ 2010, 2009 ആ രീതിയിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് BC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വർഷങ്ങൾ അല്ലെങ്കിൽ ഈ ചരിത്രാതീത കാലം അല്ലെങ്കിൽ ചരിത്രാതീത കാലം അല്ലെങ്കിൽ AD അല്ലെങ്കിൽ BC എങ്ങനെയാണ് കണക്കാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ചെറുതായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. വളരെ ചെറിയൊരു പാഠമായിരുന്നു ഇത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠത്തിനകത്ത് നോക്കിയിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ചരിത്രം എന്ന് നമ്മൾ നോക്കിയില്ലേ? അപ്പോൾ എന്താണ് ചരിത്രം എന്ന് പറയുന്നത്? ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ് ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ത്രൂ ദ ഏജസ്. അല്ലെങ്കിൽ ചരിത്രത്തെ നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? മനുഷ്യൻ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളാണ് ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടാമത് നമ്മൾ നോക്കിയത് എന്താണ്? പ്രാചീന കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതേപോലെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നും അത് മാത്രമല്ല അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിമൈൻസ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ സഹായിച്ച ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണെന്ന് പറയുന്നത് നാണയങ്ങൾ, പാത്രങ്ങൾ, ശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കി എന്തായിരുന്നു? എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെ, അല്ലെങ്കിൽ എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെ നമ്മൾ ചരിത്രകാലമെന്നും, ഈ എഴുതപ്പെടുന്നതിന് മുന്നേയുള്ള കാലം, അല്ലെങ്കിൽ ചരിത്രം എഴുതുന്നതിന് മുന്നേയുള്ള കാലത്ത് നമ്മൾ എന്തെന്ന് പറയും? ചരിത്രാതീത കാലം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് പീരീഡ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞ് ചരിത്രത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ എന്താണ് നോക്കിയത്? ചരിത്രശേഷിപ്പുകളുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ മ്യൂസിയങ്ങൾ പോലുള്ള, അല്ലെങ്കിൽ പഴയകാല സാധനങ്ങൾ, പഴയകാല ഉപകരണങ്ങൾ എന്തിനാണ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പ്രിസർവേഷൻ ഓഫ് ദീസ് ഹിസ്റ്റോറിക് ഐറ്റംസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അവസാനമായി നമ്മൾ നോക്കിയത് എന്തിനെക്കുറിച്ചായിരുന്നു? എന്താണ് എങ്ങനെയാണ് ചരിത്രകാലത്തെ നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എ ഡി ബി സി എന്താണ്, ഈ എ ഡിയുടെയും ബി സിയുടെയും ഇപ്പോഴത്തെ പേരെന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഒന്നാമത്തെ പാഠത്തിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചൊരു ചരിത്രരേഖ, അല്ലെങ്കിൽ എൻ്റെ വിദ്യാലയ ചരിത്രം, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് മൈ സ്കൂൾ എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായി ഉണ്ടാക്കുക. നിങ്ങളുടെ വരും വർഷങ്ങളിൽ, വരും അധ്യയന വർഷത്ത് നിങ്ങളുടെ ടീച്ചറിന് അത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ടീച്ചറിനും സന്തോഷമാവും. അതേപോലെ നിങ്ങളുടെ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ചെയ്ത ഈ ചരിത്രരേഖയെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങളെ അഭിനന്ദിക്കും. അങ്ങനെ ഈ ലോക്ക്ഡൗൺ സമയം നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവരും ഈ പാഠം ഒന്ന് പറഞ്ഞത് അത്രയും നിങ്ങളൊന്ന് ഓർത്തു നോക്കാൻ ശ്രമിക്കുക. താങ്ക് യു. നിങ്ങളുടെ പഠനാനുഭവത്തെ സഹായിച്ച ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ മറക്കരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ നിങ്ങൾ സന്ദർശിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തുകയും വേണം. കൂടുതൽ നല്ല വീഡിയോകളും ക്ലാസ്സുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്.